ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് സാർ, പണ്ടൊക്കെ ഞാൻ പെട്രോൾ വണ്ടികളിൽ പോകുമ്പോൾ നമ്മളവിടെ പിടിക്കാൻ ഇതേപോലെ ഏതറിലൊക്കെ ഉള്ള പിള്ളേർ വരും, അവന്മാർ വന്ന് പുറകെ പിടിക്കുമായിരുന്നേ. അപ്പോൾ ഇവിടെ ചാർജ് ഞാൻ കാണിച്ചു തരാം. ഇതേ ഇപ്പോൾ ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ഇതാണ് ചാർജർ. നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു പ്ലഗ് വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതുവഴിയാണ്. ഇനി ഇതിൻ്റെ സ്പേസ് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നോക്കി, ഒരു കുടയൊക്കെ ഫുള്ള് നമുക്ക് വയ്ക്കാൻ പറ്റും. ലോക്ക് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ചാർജിങ് യൂണിറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ചാർജിങ് യൂണിറ്റ്. ഇത്രയാണ് ഇതിൻ്റെ ചാർജിങ് യൂണിറ്റിനകത്തുള്ളത്. ഒരു ഫാനുണ്ട്, പിന്നെ നോർമൽ. ഇനി ഇതിനകത്ത് വേറെ സ്പേസ് കൂടെ ഉണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഒരു ലിവറുണ്ട്. ഓക്കെ, അത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റിൻ്റെ അടിയിലൊരു സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ അത്യാവശ്യം വലിയൊരു സ്പേസാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കൈയിലേക്കാളും ഇത്രയും ഹൈറ്റ് ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ വയ്ക്കാൻ പറ്റും. നമുക്ക് കുടയോ റെയിൻകോട്ടോ, ഒരു 3 റെയിൻകോട്ടൊക്കെ സുഖമായിട്ട് വയ്ക്കാൻ പറ്റും. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഇക്കോ മോഡിലാണ് പോകുന്നത്. സിറ്റിയിൽ ഓടിക്കാൻ ഏറ്റവും നല്ല മോഡ് ഇക്കോ മോഡാണെന്ന് വെച്ചാൽ ഒരു 45 ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ്. നമുക്ക് ഇനി കുറച്ച് ഓഫ് റോഡൊക്കെ പോവാം. ഓഫ് റോഡ് പോകാൻ വേറെ സ്ഥലമൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ ഇതൊക്കെ ഓഫ് റോഡ് ട്രാക്കായിട്ട് ഉപയോഗിക്കാം. വെറുതെ അല്ല ആൾക്കാർ മൊത്തം ജിംനിയും താറൊക്കെ എടുക്കുന്നത്. ഈ വഴിയൊക്കെ പോകണമെങ്കിൽ ഇതൊക്കെ തന്നെ വേണം. എന്ന് വെച്ചാൽ ഓഫ് റോഡ് പോകാനൊന്നുമല്ല, ഇത്ര ഇറഗുലറായിട്ടുള്ള സർഫസ് വഴി ഓടിക്കാനും വണ്ടി വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് സസ്പെൻഷനും വലിയ പണിയില്ല. ഈ വണ്ടിയുടെ പ്രത്യേകത, ഇത് സിറ്റിയിൽ ഓടിക്കാൻ വണ്ടി സൂപ്പറാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ സിറ്റി ഇതുപോലത്തെ അത്യാവശ്യം ടൈറ്റാണ് ട്രാഫിക് ആണെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓടിക്കാൻ ഈ വണ്ടി അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ഓടിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റിയ വണ്ടി ഇതാണ്. എൻ്റെ വേറെ അഡ്വാൻറ്റേജ്, ഇതിപ്പോൾ ഇക്കോ മോഡിലാണ്. നമുക്ക് ഇക്കോ മോഡിൽ ഈ ട്രാഫിക്കിൽ എവിടെ വേണോ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഒരു പെട്ടെന്ന് എത്തേണ്ട ആവശ്യമില്ല. നോർമൽ ഈ ആൾക്കാരൊക്കെ പോകുന്ന പോലെ നമുക്ക് പോയാൽ മതിയെങ്കിൽ ഈ ഒരു മോഡിട്ട് ഓടിക്കാം. ഈ മോഡിട്ട് ഓടിക്കുകയാണെങ്കിൽ 140 അല്ലേ ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത്. 140യും കിട്ടും. കറക്റ്റ് 140 കിലോമീറ്റർ നമുക്ക് റേഞ്ച് കിട്ടും. അതാണ് ഈ ഒരു മോഡിൻ്റെ പ്രത്യേകത. അപ്പം സിറ്റി യൂസ് മാത്രമേ ഉള്ളെങ്കിൽ ഈ വണ്ടി ഭയങ്കര എക്കണോമിക്കാണ്. ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നില്ല, ക്ലച്ച് റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂ വരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അതുപോലെ കയറി പോകാം. നമുക്ക് മോഡ് മാറ്റിയിട്ട് കൊടുത്താൽ കയറി പോകാം. ഈ മോഡിലും അത്യാവശ്യം, ഈ മോഡ് ഞാൻ പറഞ്ഞു ഒരു 45 ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത്. ഓഫ് റോഡ്സ്. ഇനി വേറെ കാര്യം പറഞ്ഞുതരാം. ഈ ബട്ടണിലാണ് നമുക്ക് മോഡ് മാറ്റുന്നത്. ഈ നമ്മുടെ ഇഗ്നിഷൻ ബട്ടൺ വരുന്ന അതിൽ തന്നെയാണ് മോഡ്. അതായത് വണ്ടി സ്റ്റാർട്ടാക്കാൻ ഏതെങ്കിലും ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഇഗ്നിഷൻ പ്രസ് ചെയ്യുക, അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. റണ്ണിങ്ങിലാണ് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു ഇതില്ല, വെറും ഇത് മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാവൊക്കെയായി, പ്രസ് ചെയ്ത സിറ്റിയായി. അതെ, ഇതിലേറ്റവും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൽ കോസ്റ്റ് കട്ടിങ് ഭയങ്കരമാണ്. കാരണം ഈ ഒരു വിലയ്ക്ക് വണ്ടി ഇറക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്ത് ഒരെണ്ണമാണ് ഈ ബട്ടൻ്റെ കാര്യം. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ വേറെ എക്സ്ട്രാ ഒരു ബട്ടനും ഇല്ല. നമുക്ക് നോക്കി അറിയാം, ട്രിപ്പ് മാറ്റാനുള്ള ട്രിപ്പ് ഓപ്ഷൻ പോലും ഇല്ല. വേറെ ഒരു ബട്ടനും എക്സ്ട്രാ ഇല്ല. നമ്മുടെ പവർ ബട്ടൺ വെച്ചിട്ട് തന്നെയാണ് നമ്മളിതിനെ നാവിഗേറ്റ് ചെയ്യുന്നത്. EVയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു വണ്ടി ഉണ്ടോ, എവിടെ നോക്കിയാലും ഇപ്പോൾ EV ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് XEV ആണ്. കണക്റ്റഡ് ടെയിൽ ലാമ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണക്റ്റഡ് ടെയിൽ ലാമ്പ് എന്ന് പറയുമെങ്കിലും മഹേന്ദ്ര അതിനെ വേറെ എന്തൊക്കെയോ ഡിസൈൻ എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ആ വണ്ടിയുടെ ബാക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ മൈത്രേൻ്റെ മീശയാണ്. അത് പോട്ടെ. ഇതിൽ മെയിൻ പ്രശ്നം, ഇതൊരു പ്രസ് ബട്ടണാണ്, ടോഗിൾ ബട്ടൺ അല്ല. അതായത് ഇപ്പോൾ മേളിലേക്കും താഴേക്കുമാണ് ഇതിൻ്റെ മോഡ്സ് ചേഞ്ച് ആവുന്നത് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ KTM കണ്ട പോലെ മേളിലേക്ക് ടോഗിൾ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ബട്ടൺ പോലെ അപ്പും ഡൗണും ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രസ് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രസ്സിൽ ഇപ്പോൾ സിറ്റിയിലാണ്, ഇനി നമ്മൾ പ്രസ് ചെയ്താൽ അത് ഇക്കോയിലോട്ടാവും. ഓക്കെ, ഇനി തിരിച്ച് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ അത് സിറ്റിയിലാവും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാവോക്കിലാവും. സവാള
ഈ ബട്ടൺ കറക്റ്റ് പ്രസ് ആക്കാൻ കുറച്ച് മെനക്കേടുണ്ട്. കറക്റ്റ് സമയത്ത് പ്രസ് ആവത്തില്ല, അതൊരു കാര്യം. പ്രസ് ആയാൽ തന്നെ മേളിലേക്കും താഴേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ലാതെ ഒരു സിറ്റി മോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾ ഒരു പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പം കുറേ നേരം കഴിഞ്ഞിട്ടാണ് മോഡ് ചേഞ്ച് ചെയ്ത് കുറേ നേരം ആയെങ്കിലും നമുക്ക് മറന്നു ഇത് മേളിൽ നിന്നാണോ വന്ന് സിറ്റി നിൽക്കുന്നത് താഴെ നിന്നാണോ വന്ന് നിൽക്കുന്നത് അറിയാക്കില്ല. ആ ഒരു ഫ്ലോയിൽ മാത്രമേ പോവുള്ളൂ. ഈ വണ്ടിയുടെ പെർഫോമൻസിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. 7.5 kW മോട്ടറാണ് ഇതിനകത്തുള്ളത്. അത്യാവശ്യം നല്ല പവറാണ്. ഞാൻ അൾട്രാ വയലറ്റ് വേറെ പെർഫോമൻസ് വണ്ടിയായിട്ട് കമ്പയർ ചെയ്യല്ല. ഈ ഒരു പ്രൈസിന് ഈ വണ്ടി ഈ തരുന്ന പെർഫോമൻസ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇതവർ പറയുന്നത് 0 to 40 3.3 സെക്കൻഡോ അത്ര എന്തോ ആണ് ഇതിന് 0 to 40 km/h സ്പീഡ് എത്താൻ അത്ര എന്തോ ആണ് ഒന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് നോക്കണ്ട കാര്യം. അങ്ങനെ പറയാൻ കാരണം 0 to 100 കയറില്ല. 95 ആണ് ഇതിൻ്റെ ക്ലെയിം ടോപ്പ് സ്പീഡ്. അതുകൊണ്ടാണ് അവർ 0 to 40 പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ട്. തള്ളുകയാണെന്ന് വിചാരിക്കും. അതൊരു ടൈറ്റ് സിറ്റി ആണെന്ന് വെച്ചോളൂ. നമുക്കിങ്ങനെ ഗ്യാപ്പിൽ കയറി പോകാനുള്ള അത് മാത്രമേ ഓപ്ഷനേ ഉള്ളെങ്കിൽ നമ്മൾ ഈ സിറ്റി മോഡിൽ ഓടിച്ചാലും ഏറ്റവും ടോപ്പ് മോഡിലുണ്ടാകും. ഇതിട്ട് ഓടിച്ചാൽ പോലും ഒരു 200cc പോകുന്ന ആ ഒരു രീതിയിൽ നമുക്ക് 200cc അവിടെ എത്താൻ എത്ര ടൈം എടുക്കും അത്രയും ടൈം കൊണ്ട് ഈ വണ്ടി അവിടെ എത്തും. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. കാര്യം വണ്ടി ഭയങ്കര ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. അപ്പോൾ സിറ്റി മോഡായി ഉണ്ട്. ഇതാണ് പാടെ ഹാവൊക്കെ വണ്ടി ചാടിയൊക്കെ പോകും. ഈ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒന്നുകിൽ സിറ്റി മോഡ് അല്ലെങ്കിൽ ഹാവോക്ക് മോഡ്. ഇപ്പോൾ അത്യാവശ്യം വലിയ വണ്ടി ഓടിച്ച് ശീലമുള്ളവർ, പെട്രോൾ എഞ്ചിൻ വണ്ടികൾ ഓടിച്ച് ശീലമുള്ളവർക്ക് നമുക്ക് ഹാവോക്ക് മോഡിൽ തന്നെ പോകേണ്ടി വരും. കാരണം ഇത് ഓരോ മോഡിലും ഓരോ സ്പീഡ് ലോക്കുണ്ട്. എന്ന് വെച്ചാൽ ഇക്കോ മോഡിൽ ഓടിക്കുമ്പോൾ ഒരു 45 ആ റേഞ്ച് വരെ മാക്സിമം വണ്ടി കയറുള്ളൂ. നമ്മുടെ സിറ്റി മോഡ് രണ്ടാമത്തെ മോഡിൽ ഓടിക്കുമ്പോൾ അതൊരു 65 വരെ കയറുള്ളൂ. അവിടെ നിൽക്കും വണ്ടി, അതിന് വെള്ളിലേക്ക് പോകില്ല. പിന്നെ ഈ ഹാവോക്ക് മോഡിലാണെങ്കിൽ അത്യാവശ്യം അടിപൊളി ആക്സലറേഷനാണ്. സിറ്റിയിൽ കൊണ്ടുനടക്കാൻ അടിപൊളി, ഹൈവേയിലും ഈ ഒരു മോഡ് അടിപൊളിയാണ്. പിന്നെ ഇതിന് ഒരു 95 ആകുമ്പോൾ ഇതിന് കട്ട് ഓഫ് ഒരു ലിമിറ്റർ അടിക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് തോന്നും. അതുവരെ ഇതിൻ്റെ കയറുള്ളൂ ഈ വണ്ടി. ഇത് അടിപൊളിയാണ്, ഈ ഒരു മോഡ് അടിപൊളിയാണ്. ഇതിന് പിന്നെ ക്രൂയിസിങ് സ്പീഡ് അങ്ങനെയൊന്നുമില്ല. അത് ഇലക്ട്രിക് വണ്ടിയൊക്കെ ഒന്നിനും ക്രൂയിസിങ് സ്പീഡ് പറയാൻ പറ്റില്ല. കാരണം ഈ വണ്ടിക്ക് എത്ര ടോപ്പ് സ്പീഡ് വരെ പോകാൻ പറ്റുമോ അതുവരെയുള്ള എല്ലാ സ്പീഡിലും ഇതിന് കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും. ഒരു കംഫർട്ടബിൾ ക്രൂയിസിങ് സ്പീഡൊന്നും പറയുന്നവരൊന്നുമില്ല. സ്ലോ സ്പീഡിൽ ഓടിക്കാം, ഹൈ സ്പീഡിൽ ഓടിക്കാം. ഈ വണ്ടിയുടെ കേപ്പബിലിറ്റി എത്രയാണോ അതുവരെ ഓടിക്കാം. ഈ വണ്ടി എന്നല്ല, ഒരുവിധമുള്ള ഇലക്ട്രിക് വണ്ടികളെല്ലാം അങ്ങനെയാണ്. നല്ല നമ്മളെ ക്വാളിറ്റിയുള്ള മോട്ടറും ബാറ്ററിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഓടിക്കാനും പറ്റും. ഇതിൻ്റെ റേഞ്ച് ഞാൻ പറഞ്ഞു, ഏറ്റവും ടോപ്പ് ഈ ഒരു ഇതിൽ ഓടിച്ചാൽ ഒരു 88 ആപ്പ് കാണിക്കുന്നത്. 90 ആണ് ഇതിൻ്റെ മാക്സിമം. ഈ ഒരു ടോപ്പ് മോഡലിട്ട് ഏറ്റവും പവർഫുൾ മോഡലിട്ട് ഓടിച്ചാൽ 90 കിലോമീറ്ററാണ് ഒറ്റ ചാർജിൽ പോകുന്നത്. തൊട്ട് താഴെ സിറ്റി മോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ 110 കിലോമീറ്റർ. ഏറ്റവും എക്കണോമിക്കായിട്ടും ഏറ്റവും പവർഫുൾ ഏറ്റവും എക്കണോമിക് മോഡുണ്ട്, നമ്മുടെ ഇക്കോ മോഡുണ്ട്. അതിലിട്ട് ഓടിച്ചാൽ 140 കിലോമീറ്റർ കറക്റ്റ് കിട്ടും. ഈ മോഡലെല്ലാം കറക്റ്റ് ഇതേ കിലോമീറ്റർ തന്നെ നമുക്ക് റേഞ്ച് കിട്ടും. അത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഞാനിപ്പോൾ ഈ വണ്ടിയിലൊരു കാര്യം, ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 2 മാസത്തിന് മേളിലായി. വണ്ടി എടുത്തപ്പോഴേ വണ്ടിയുടെ കോൺസെപ്റ്റ് കുറച്ച് ടൈറ്റായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡിൽ തിരിക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഡ്യൂക്കിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ ഡ്യൂക്ക് അറിയാമല്ലോ, ഭയങ്കര ലൈറ്റായിട്ടുള്ള വണ്ടിയാണ്, സിമ്പിളായിട്ടുണ്ടാക്കാം. അപ്പോൾ ഇത് കുറച്ച് അതിനേക്കാളും കുറച്ച് എന്താ പറയുന്നത്, ഓടിക്കാൻ കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത്, സർവീസ് സെൻ്ററിൽ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞു ഇത് പുതിയ വണ്ടിയാണ്, അപ്പോൾ കുറച്ച് ഓടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫ്രീ ആവും. ഓക്കെ, ലോജിക്കൽ ആൻസർ. ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ ഓടിച്ചൊരു 1000 കിലോമീറ്റർ ആയപ്പോഴും വണ്ടി ഫ്രീ ആയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 1000 കിലോമീറ്ററിന് മേളിലായപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റിന് ഒരു വണ്ടിക്ക് ഒഴിച്ചിൽ തുടങ്ങി. വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാനത് അവരെ ഷോറൂമിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വണ്ടി ഒട്ടിച്ചെല്ലാം. ഇവിടെ എറണാകുളത്ത് കുണ്ടന്നൂരാണ് ഇതിൻ്റെ ഷോറൂം സർവീസ് സെൻ്റർ ഉള്ളത്. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അത് കോൺസെപ്റ്റ് ടൈറ്റായി പോയതാണെന്ന് പറഞ്ഞിട്ട് അവർ ലൂസ് ചെയ്തൊന്ന് എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. കോൺസെപ്റ്റ് ചേഞ്ച് ചെയ്തില്ല. ഓക്കെ, ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം വണ്ടി 1800 ഞാൻ കൊടുത്തപ്പോൾ 1500 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ അവരത് എന്താ പറയുന്നത് അഴിച്ചിട്ട് അവരത് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി തന്നു, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ 1800 കിലോമീറ്റർ ആയപ്പോൾ ഒരു 300 കിലോമീറ്ററോടെ എക്സ്ട്രാ ഓടിയപ്പോൾ വീണ്ടും അതേ പ്രശ്നം വന്നു. അത്രയ്ക്ക് ഒഴിച്ചിട്ടില്ല, ബട്ട് വീണ്ടും ആ ഒരു പ്രശ്നം കാണുന്നുണ്ട്. കോൺസെപ്റ്റിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടി പണിയുന്നവർക്കറിയാം. ഏകദേശം വണ്ടി നമ്മൾ ഫുൾ നിർത്തിയിട്ടിട്ട് ഫ്രണ്ട് പൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് വണ്ടി ഒന്ന് അങ്ങോട്ടും ഫുൾ റൈറ്റ് ഫുൾ ലെഫ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്തൊരു പിടുത്തം വരും. ഒരു ചെറിയൊരു ചാനലിൽ വീഴുന്ന പോലെയോ അല്ലെങ്കിൽ തട്ടുന്നതായിട്ടൊരു ഫീൽ വരും. അതാണ്
നോർമലി പ്രശ്നമുള്ള ഈ അതിൻ്റെ ബോളിന് എന്തെങ്കിലും പ്രശ്നം വന്നാലുള്ള കാര്യം. അപ്പോൾ അതേ ഇഷ്യൂ ആണ് ഇതിനും ഉണ്ടായിരുന്നത്. അപ്പം 2 ദിവസം മുമ്പാണ് കൊണ്ട് കാണിച്ചത്, ഒരു 1800 കിലോമീറ്റർ കഴിഞ്ഞ ശേഷമാണ് കൊണ്ട് കാണിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു വണ്ടി കൊണ്ട് വന്നാൽ മതി, നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വാറണ്ടി പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നേരത്തെ വിളിച്ച് പറയാം, ബുധനാഴ്ച രാവിലെ കൊണ്ടുവച്ചാൽ വ്യാഴാഴ്ച ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വൈകിട്ട് കൊണ്ടുപോകാം. കാര്യം അതൊക്കെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുണ്ട്, അത് അപ്രൂവലായി കഴിഞ്ഞാൽ അപ്പോഴേ ചേഞ്ച് ചെയ്ത് കിട്ടും. ഓക്കെ, എന്തായാലും ഞാൻ ആ വണ്ടി കോൺസെപ്റ്റ് ചേഞ്ചിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാനൊരു ഷോർട്സ് ആയിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഞാൻ കേട്ടിടത്തോളം വെച്ചിട്ട് ഈ വണ്ടിയുടെ സർവീസ് ഒന്നും മോശമല്ല, നല്ല സർവീസാണ്. ഓക്കെ, അപ്പം അവിടെ ഞാൻ ഒരുപാട് വണ്ടികൾ ഇരിക്കുന്നത് കണ്ടായിരുന്നു, ഞാൻ വീഡിയോ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അവരൊക്കെ അത്യാവശ്യം കറക്റ്റ് സമയത്ത് പണി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അത് തന്നെ ആയിരിക്കും നെക്സ്റ്റ് വീക്ക് എന്തായാലും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു അപ്ഡേറ്റ് ഇടാം, ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ കീ ഓൺ ചെയ്തു, നമ്മളിത് ഓണാക്കിയിട്ട് ഇനി ഏതെങ്കിലും ഒരു ബ്രേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി. നമ്മൾ തൊട്ട് മുമ്പ് ഓടിച്ചതിൻ്റെ ഒരു ബന്ധമില്ല, ഫുൾ റീസെറ്റ് ആയിട്ടായിരിക്കും മോഡ്സ് എല്ലാം വരുന്നത്. അത് നല്ല ഫീച്ചറാണ്, കാരണം സ്റ്റാർട്ടിങ്ങിലെ ഒരു പവർഫുൾ മോഡിലേക്ക് വരില്ല. പിന്നെ ഇതിൻ്റെ മോഡ്സിൻ്റെ പ്രത്യേകത, ഇതിപ്പോൾ ഏത് മോഡിലിട്ടാലും ഇനിഷ്യൽ ഒരു ചാട്ടം ഫീൽ ചെയ്യത്തില്ല, പ്രോഗ്രസീവായിട്ടായിരിക്കും വണ്ടി കയറുന്നത്. നമ്മുടെ ചെറിയ വണ്ടികൾ ഓടിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ പെട്രോൾ വണ്ടി ഓടിക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചാട്ടമില്ല, അത് ഏത് മോഡലും ചാട്ടമില്ല. നമുക്ക് ഹാവക് മോഡിയിട്ട് തന്നെ കുറച്ചുകൂടെ ഓടിക്കാം. പിന്നെ വണ്ടിയുടെ ഫ്ലെക്സിബിലിറ്റി എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് ഇപ്പോൾ എൻ്റെ പഴയ വണ്ടി ഇപ്പോൾ RS ആണെങ്കിലും അല്ലെങ്കിൽ ഡ്യൂക്ക് 200 ആണെങ്കിലും നമുക്ക് RC 390 ആണെങ്കിലും ഇപ്പോൾ നമുക്ക് അത്രയൊന്നും പവർ എന്തായാലും ഇതിന് കിട്ടില്ലെന്ന് നമുക്കറിയാം. ബട്ട് ആ ഒരു ഫൺ ഇതിനുണ്ട്. എനിക്കൊരിക്കലും ഒരു EV ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിച്ച ആളല്ല. ബട്ട് ഇതിൻ്റെ ഞാൻ എന്ത് ഉപയോഗത്തിലാണ് എടുത്തത്, ഞാൻ റിസ്ക് എടുത്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ വണ്ടി എടുത്തത്. ഞാൻ ഒരിക്കലും എടുക്കില്ല. എനിക്ക് യഥാർത്ഥത്തിൽ ഈ പോകുന്ന വണ്ടിയുടെ പഴയ മോഡൽ FC16 ഉണ്ടല്ലോ, എനിക്ക് യഥാർത്ഥത്തിൽ അതായാലും മതി, എൻ്റെ കാര്യം നടന്നു പോകും. ബട്ട് ഞാൻ ഒരു സിറ്റി ഓട്ടത്തിൻ്റെ ഒരു വണ്ടി നോക്കിയിരുന്നു. സിറ്റിയിൽ ഞാൻ ഡ്യൂക്ക് ഓടിച്ച് അതിൻ്റെ അത്യാവശ്യം കാര്യം നമ്മുടെ അത് അത്യാവശ്യം വണ്ടിയിൽ മെയിൻ്റനൻസ് വന്നു തുടങ്ങുന്ന അവസ്ഥ വന്നു. കാരണം സിറ്റിയിലാണ് എനിക്ക് കുറേ നാളായിട്ടൊരു 90% ഓട്ടം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡ്യൂക്കിൻ്റെ എന്താ പറയുക, അതിനായിട്ട് കഷ്ടപ്പെടുന്നൊരു ഫീൽ വന്നു. അതിന് ക്ലച്ച് റിലേറ്റഡായിട്ടുള്ള മെയിൻ്റനൻസ് വന്നു, അങ്ങനെ ഒരുപാട് മെയിൻ്റനൻസ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂട്ടേഴ്സ് എനിക്ക് താല്പര്യമില്ല, ബൈക്കാണ് ഞാൻ നോക്കിയത്. ബൈക്കിൽ പിന്നെ എനിക്കുള്ളത് സെക്കൻഡ് ഹാൻഡ് ഓപ്ഷൻസ്, എനിക്ക് സിറ്റിക്ക് വേണ്ടി FC അതുപോലത്തെ വണ്ടി എടുക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടികളാണ്, പണ്ടുണ്ടായിരുന്ന വണ്ടിയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് സിറ്റി മാത്രമായിട്ട് ഒരു ഇലക്ട്രിക് നോക്കിക്കൂടാ. കാരണം എനിക്ക് ഒരു അടുത്തൊരു പ്ലാനുണ്ട്, ഒരു ADV ഒരു പ്ലാനുണ്ട്, ഇപ്പോഴില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ഇപ്പോൾ സിറ്റിയിലേക്ക് മാത്രം വേണമെങ്കിൽ നമുക്കൊരു വണ്ടി നോക്കാവുന്ന പ്ലാനിലാണ് ഞാൻ ഇലക്ട്രിക് വെഹിക്കിൾസ് നോക്കിയത്. ഉണ്ടോ സ്പീഡ് വരുന്നുണ്ടോ? നല്ല ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ മിക്ക ഉള്ളതിൻ്റെ പ്രത്യേകതയാണ് അവർ ടോപ്പ് സ്പീഡ് കൊടുത്തേക്കുന്നത് എത്രയാണോ അത് കറക്റ്റ് കയറും. അതിൽ നമ്മുടെ അല്ലെങ്കിൽ മൈലേജ് എത്രയാണോ പറയുന്നത് അത് കറക്റ്റ് കിട്ടും. അപ്പോൾ 140 ഐഡിയൽ കണ്ടീഷനിൽ കിട്ടും. IDC അല്ല കേട്ടോ, IDC റേഞ്ച് വേറെയാണ്. IDC റേഞ്ച് ഇതിന് 175 എത്രയാണ് ഇതിൻ്റെ. പക്ഷേ റിയൽ ലൈഫ് ഇതിൻ്റെ മീറ്റർ കാണിക്കുന്നത് 140 അത് കറക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. നമുക്ക് എത്രയാണോ അവർ പറഞ്ഞ ടോപ്പ് സ്പീഡ്, അവരെത്രയാണോ പറയുന്ന റേഞ്ച്, അത് ഈ ഒരു വണ്ടിക്ക് 100% എനിക്ക് ആക്യുറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ അതിനകത്ത് 95 ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് പറയുന്നത്. ബട്ട് 95 മേളിൽ കയറും, കുറച്ചുകൂടെയൊക്കെ ഒന്ന് കയറും. എന്താ പറയുക, 95 വരെ വളരെ സ്മൂത്തായിട്ട് വണ്ടി എത്തും. അതാണ് വേറൊരു അഡ്വാൻറ്റേജ്. ഒരുപാട് ലോങ് അല്ലാത്ത ട്രിപ്സ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പോകണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചാർജിങ് സ്റ്റേഷനുള്ള സ്ഥലം നോക്കി പോകണം. ഇതിൻ്റെ ഞാൻ എൻ്റെ ചാർജർ കാണിച്ചല്ലോ, ചാർജർ നമുക്ക് സീറ്റിനടിയിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. പോകണം അടുത്ത ഇലക്ട്രിക്. അതിൻ്റെയും ബാക്കിൽ മൈത്രേൻ്റെ മീശ തന്നെയാണ്, ഫുള്ളി ബ്രാൻഡ് ചെയ്തേക്കാൻ തോന്നുന്നു കേട്ടോ, EVs എല്ലാം. എന്തായാലും പുള്ളിയുടെ മീശയ്ക്ക് നല്ല എരണമുണ്ട്. കാരണം ഈ രണ്ട് വണ്ടികൾ നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ കാണിച്ച ഏതറാണെങ്കിലും XEV ആണെങ്കിലും. നോ ഹേറ്റ്, പുള്ളിയുടെ അടുത്ത് ഹേറ്റൊന്നുമില്ല, തമാശയ്ക്ക് പറഞ്ഞതാണ്. വണ്ടി നോക്കി സ്മൂത്തായിട്ട്, വളരെ സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട്. സ്പീഡിൽ ഓടിക്കണമെങ്കിലും ഓടിക്കാം, പതുക്കെ പോകണമെങ്കിൽ പോകാം. ഒരു കാര്യം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, പണ്ടൊക്കെ ഞാൻ പെട്രോൾ വണ്ടികളിൽ പോകുമ്പോൾ നമ്മളവിടെ പിടിക്കാൻ ഇതേപോലെ ഏതറിലേക്കുള്ള പിള്ളേർ വരും, അവന്മാർ വന്ന് പിറകെ പിടിക്കുമായിരുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും EVs ഒക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു വിഷമമായിരുന്നു. കാര്യം എനിക്കൊരിക്കലും IC എഞ്ചിൻ വണ്ടികൾ തോക്കുന്നതാണ് എനിക്കിഷ്ടമല്ല. ഞാൻ പ്യുവർ ഒരു പെട്രോൾ ഹെഡ് അല്ലെങ്കിൽ ഡീസൽ ഹെഡ് എന്നൊക്കെ പറയാം. എനിക്ക് എൻജിൻസ് ഉള്ള വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെയാണ് ലൈഫുള്ള വണ്ടികളെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും കമ്പസ്റ്റൻ വണ്ടികൾ തന്നെയാണ്. ബട്ട് ഞാനതിൽ അങ്ങനത്തെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ കട്ട് ചെയ്ത് ഇവർ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വിഷമമാണ്. നമ്മുടെ കാർ സിനിമയിലൊക്കെ ഉള്ള സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇതെടുത്തിട്ട്
ഇതെടുത്തിട്ട് ഞാൻ ഈ പരിപാടി നമ്മുടെ സെയിം ആൾക്കാരുടെ അടുത്ത് കാണിക്കുമ്പോൾ അപ്പോൾ ഞാൻ പറയാൻ പാടില്ല, പക്ഷേ ഞാൻ ഇപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയ കപ്പാസിറ്റി ബൈക്കൊക്കെ ഉണ്ട്. അവർ ഈ സിറ്റിയിൽ അവർ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അവരെ കട്ട് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ അവർക്കതുപോലെ പോകാൻ പറ്റത്തില്ല. അതാണ് ഈ EVയുടെ പ്രത്യേകത. അതാണ് ആക്സലറേഷൻ ഓൺ ഡിമാൻഡാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുക, FC എടുക്കുക. FC ആണെങ്കിൽ അത്യാവശ്യം ടോപ്പ് എൻഡ് ഉള്ള വണ്ടിയല്ല, എന്താ പറയുക, ഒരു മിഡ് റേഞ്ച് ഉള്ള പവറുള്ള വണ്ടിയാണ്. അപ്പോൾ അത് ഓടുന്ന ഗിയർ ക്രൂയിസ് ചെയ്ത് പോകുന്ന വണ്ടി ഒറ്റയടിക്ക് ആക്സിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പോവില്ല. അത് തിരിച്ച് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് ആ ഏത് റെവ് റേഞ്ചിലാണോ കറക്റ്റ് ടോർക്ക് കറക്റ്റ് പവർ ഡെലിവർ ചെയ്യുന്നത് അവിടെ എത്തുമ്പോൾ മാത്രമേ വണ്ടി നല്ല രീതിയിൽ പുൾ ചെയ്യുള്ളൂ, അതിൻ്റെ മാക്സിമം. പക്ഷേ ഈ ഇലക്ട്രിക് മോട്ടോഴ്സ് അങ്ങനെയല്ല. ഇത് ഏത് ഇതിലാണോ പോകുന്നത് അവിടെ നമ്മൾ വെറുതെ കൈ കൊടുത്താൽ തന്നെ അത് ഒന്നും നോക്കാത്ത രീതിയിൽ അങ്ങ് പോകുന്നു. പ്രത്യേകിച്ച് ഇതിന് റവ് ആവേണ്ട ഒരു കാര്യവും അങ്ങനെ ഒന്നുമില്ല. ഇൻസ്റ്റൻറ്റ് ടോർക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സിറ്റിയിലൊക്കെ ഇതൊന്നും എങ്ങനെയായാലും ഇത് കയറി പോകും. നമുക്ക് വേറെ ഒരു പെട്രോൾ വണ്ടികളും ഇതിൻ്റെ കൂടെ പിടിക്കാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ ഹയർ കപ്പാസിറ്റി ബൈക്സ് ആയിരിക്കണം. ഞാൻ ഈ വണ്ടിയുടെ കാര്യം മാത്രമല്ല കേട്ടോ, എല്ലാ വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ അൾട്രാ വയലറ്റിനാണ് ഇപ്പം വേറെ വണ്ടിയിലുണ്ട്. സസ്പെൻഷനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയം ടൈപ്പ് സസ്പെൻഷനാണ്. തീരെ സോഫ്റ്റും അല്ല, തീരെ ഹാർഡും അല്ല. ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് ഏറ്റവും സോഫ്റ്റ് ചെയ്യുന്ന കുറച്ച് ഒരു സ്റ്റെപ്പ് മേലിലാണ്. അത് ഡിഫോൾട്ട് കമ്പനി മോഡ് തന്നെയാണ് കിടക്കുന്നത്. ഞാൻ പിന്നെ മാറ്റിയിട്ടില്ല. സസ്പെൻഷൻ അത്യാവശ്യം നല്ലതാണ്. ബട്ട് എനിവേ ഈ വണ്ടിയുടെ കാര്യം എനിക്ക് പോസിറ്റീവ് ആണ് പറയാനുള്ളത്. എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് വരാനുള്ള മെയിൻ കാരണം ഇതിൻ്റെ എക്കണോമിയാണ്. എക്കണോമിക്കായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ വണ്ടിയുടെ മെയിൻ്റനൻസ് വൺസ് ഇൻ 5000 കിലോമീറ്ററാണ്. 5000 കിലോമീറ്ററിൽ ഓരോ സർവീസ് ഉണ്ട്. 5 വർഷം വാറണ്ടിയാണ് പറയുന്നത് ബാറ്ററിക്കും വണ്ടിക്കും. കേട്ടത് വെച്ചിട്ട് ഇതിന് സർവീസ് കോസ്റ്റ് ഒരു 600 രൂപ ആ റേഞ്ച്, അല്ലെങ്കിൽ മാക്സിമം 800 രൂപ താഴെ നിൽക്കുള്ളൂ. കാര്യം വേറെ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. ഈ വണ്ടി 1500 കിലോമീറ്റർ ആയപ്പോൾ ഞാൻ ഇതിൻ്റെ ടോട്ടൽ നമ്മുടെ കറണ്ട് ബില്ല് വന്നു. ഈ വണ്ടിയുടെ യൂസേജ് നോർമൽ വരുന്ന ബില്ലിനേക്കാളും 200 രൂപയാണ് കൂടിയേക്കുന്നത്. ഓക്കെ, നോർമൽ ബാക്കി എല്ലാം നോർമൽ തന്നെയായിരുന്നു, സ്വാഭാവികമായിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ 200 രൂപയാണ് കൂടിയേക്കുന്നത് എറൗണ്ട്. വണ്ടി ഓടിയത് ഒരു 1500 കിലോമീറ്റർ. അപ്പോൾ 1500 കിലോമീറ്റർ ഓടാൻ 200 രൂപയുടെ കറണ്ടാണ് ആകെ. അതായത് 200 രൂപയ്ക്ക് 1500 കിലോമീറ്റർ ഈ വണ്ടി ഓടാൻ പറ്റും. അത് എങ്ങനെ നോക്കിയാലും ലാഭം തന്നെയാണ്. ഈ ഒരു സ്ഥാനത്ത് ഞാൻ ഡ്യൂക്കിനായിരുന്നെങ്കിൽ ഒരു 6000 രൂപയ്ക്ക് മേളിൽ പെട്രോൾ അടിക്കേണ്ടി വന്നേനെ. വീട്ടിൽ ഞാനിപ്പോൾ ചാർജ് ചെയ്യുന്നത് എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടാണ് ചാർജ് ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുന്നത്, കറണ്ടിൻ്റെ ഒരു ഔട്ട്പുട്ട് കുറച്ച് ലോസ് വരും. അതുകൊണ്ട് 2.5 മണിക്കൂറാണ് ഇതിൻ്റെ ചാർജിങ് അവർ പറയുന്നത്. എനിക്ക് 3 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വീടിന് 2ാമത്തെ നിലയുടെ മേളിൽ നിന്ന് ഒരു 20 മീറ്റർ നീളമുള്ള എക്സ്റ്റൻഷൻ വഴിയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ലോസ് വരും. അപ്പോൾ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒരു 3 മണിക്കൂർ മേളിലൊക്കെ ചാർജ് ചെയ്യാൻ സമയം എടുക്കുന്നത്. ബട്ട് വലിയ കുഴപ്പമില്ല, എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അത് ഇപ്പം സിറ്റി യൂസ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇനി ഇതിൻ്റെ ഒരു സിഗ്മ എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ മോട്ടർ, ബാറ്ററി, ബാക്കി ഹാർഡ്വെയറൊക്കെ സെയിം തന്നെയാണ്. ഇതിനകത്ത് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതായത് ഈ വണ്ടിയിൽ റിവേഴ്സ് മോഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സിഗ്മ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ റിവേഴ്സ് മോഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മീറ്റർ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്, കുറച്ച് പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ആപ്പ് ഉണ്ടല്ലോ, മൊബൈൽ ആപ്പ് ഉണ്ട്, അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. പുതിയ കളേഴ്സ് ഉണ്ട്, റെഡൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ സീറ്റ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് അവരുടെ സൈറ്റിലുള്ളത്. ഞാൻ വണ്ടി നേരിട്ട് കണ്ടിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. വലിയ പ്രൈസ് ഹൈക്കും ഇല്ല. അപ്പോൾ നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ഇത് എടുത്തവർക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഈ വണ്ടിക്ക് റിവേഴ്സ് മോഡില്ല. പക്ഷേ ഈ വണ്ടിക്ക് വെയിറ്റും വളരെ വലിയ വെയിറ്റ് ഇല്ല. ഒരു 142 അത്ര എന്തോ ഇതിൻ്റെ വെയിറ്റ് ഉള്ളൂ. നമ്മുടെ സാധാരണ ഒരു കമ്പഷൻ IC എഞ്ചിൻ വണ്ടിയുടെ വെയിറ്റേ ഉള്ളൂ. എക്സാമ്പിളിൽ നമ്മൾ NS200-നേക്കാളൊക്കെ വെയിറ്റ് കുറവാണ് ടെക്നിക്കലി വണ്ടിക്ക്. അപ്പോൾ പക്ഷേ ഇത് ചവിട്ടി ബാക്കിലോട്ട് നീക്കാൻ നമ്മുടെ പെട്രോൾ വണ്ടികളിൽ അത്ര എഫർട്ട് പോരാ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബെൽറ്റ് ഡ്രിവനാണ്. ഇതിൻ്റെ ബെൽറ്റ് നമ്മുടെ ചെയിനേക്കാളും കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാല് കുത്തി ബാക്കിലോട്ട് മറ്റേതിൻ്റെ അത്ര ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ബട്ട് ഒരു അത്യാവശ്യം ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് പറ്റും. കുറച്ച് ഹൈറ്റ് കുറഞ്ഞവരോ അല്ലെങ്കിൽ ഒത്തിരി ആരോഗ്യം കുറഞ്ഞവർക്കോ ആണെങ്കിൽ ഈ കയറ്റത്തൊക്കെ ഇറക്കത്തെ കൊണ്ട് നിർത്തിയിട്ട് വണ്ടി എടുക്കാൻ, ചവിട്ടി ബാക്കിലോട്ട് എടുക്കാൻ കുറച്ച് പാടായിരിക്കും. ആ ഒരു ഇഷ്യൂ നോക്കണം.
അത് മാത്രമേ ഉള്ളൂ. അല്ല നിങ്ങൾ അത്യാവശ്യം ഫിറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ ആ ഒരു ഇഷ്യൂ ഒന്നുമില്ല. EV എടുക്കേണ്ട കറക്റ്റ് സമയം ഇതാണോ എന്ന് ഇപ്പോഴും ഡൗട്ടുണ്ട്. ഒരു 2 വർഷം കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡൗട്ട് കാണും. അപ്പോൾ എനിക്കും സത്യം പറഞ്ഞ ഡൗട്ടുണ്ട്. ഞാനിപ്പോൾ എങ്ങനെയൊക്കെ റിസർച്ച് ചെയ്താലും ആരുടെയൊക്കെ ഇതെടുത്താലും റിവ്യൂ എടുത്താലും നമ്മുടെ യൂസ് ചെയ്ത് നമുക്കല്ലേ അറിയാവുള്ളൂ. അപ്പോൾ അത് അനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എനിക്കിത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ കാറിൻ്റെ കാര്യത്തിലും ബൈക്കിൻ്റെ കാര്യത്തിലും ഡിഫറൻ്റ് ആണ്. എന്ന് വെച്ചാൽ EV ചൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ അതിന് വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് നമുക്ക് ഒരു എടുക്കാൻ പറ്റില്ല. പല ആൾക്കാരുടെ റിവ്യൂസ് എടുത്തിട്ടേ നമുക്ക് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ യൂസേജും എൻ്റെ എക്സ്പെക്റ്റേഷൻ, എനിക്ക് ഫേസ് ചെയ്യേണ്ടത് റിയാലിറ്റി, അതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എൻ്റെ ഐഡിയ കിട്ടും EVs ചൂസ് ചെയ്യണോ വേണ്ടതെന്ന്. ഒരു കാര്യം എനിക്കിപ്പോൾ എടുത്ത് പറയാൻ പറ്റും, സിറ്റി യൂസേജിന് മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് EV തന്നെയാണ് ഞാൻ നോക്കിയിട്ട് ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ആ ഈസ് ഓഫ് യൂസ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി കൊടുത്തിട്ട് എനിക്ക് സിറ്റിക്ക് വേണ്ടി മാത്രം വണ്ടി എടുക്കണമെങ്കിൽ ഞാൻ ഒരു 80% EV ആയിരിക്കും ചൂസ് ചെയ്യാൻ ചാൻസ്. ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ. ഈ വണ്ടിയുടെ കൂടുതൽ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം.